ഇന്ന് ഒരുങ്ങി കെട്ടിയിട്ട് ഷോപ്പിലോട്ടുള്ള സാരി പർച്ചേസിങ്ങിന് പോവുകയാണ്. കയ്യിൽ നിറച്ച് ബാഗൊക്കെ ആയിട്ട് ഇന്ന് വരില്ല, നാളെ വരുള്ളൂ. അപ്പോൾ ബ്രദറിനെ കാത്ത് നിൽക്കുകയായിരുന്നു. ബ്രദർ വന്നതിന് ശേഷം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 11 മണിക്കാണ് കേട്ടോ. ഷോപ്പിൽ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ പത്തിരിയും അപ്പവും ചിക്കൻ കറിയും ഒക്കെ ഓർഡർ ചെയ്തു. പക്ഷെ എന്താ കാര്യം എന്നറിയോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, വിശപ്പ് മാറില്ല. മിറർ കണ്ടപ്പോൾ മിററിൽ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തു. അതാണ് എൻ്റെ കോലം ഇന്നത്തേത്. അങ്ങനെ പോകുന്ന വഴിയിൽ ദാഹിച്ചപ്പോൾ എവിടെങ്ങാണ്ട് നിർത്തി ഞങ്ങൾ എന്താ പറയുക കരിക്കും വെള്ളം കുടിച്ചു. വാട്ട കരിക്കും വെള്ളം വരുന്നു. അത് കഴിഞ്ഞ് മൂന്നാറൊക്കെ എത്തിയപ്പോൾ മൂന്നാറൊക്കെ റോഡ് പണി നടക്കുകയാണ്. ആകെ ഏത് വഴി കൂടി പോയാലും റോഡ് പണിയാണ്. അത് കഴിഞ്ഞ് ഹെയർ പിന്നൊക്കെ കയറി ഞാൻ അവശതയായി, ഛർദ്ദിച്ച് ബുദ്ധിമുട്ടി. എനിക്ക് ലോങ് യാത്ര ചെയ്യുമ്പോൾ ഉള്ളതാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി ഈ പ്രാവശ്യം കുറച്ച് ബെറ്ററാണ്. തമിഴ്നാട് എത്തിയപ്പോൾ ഞങ്ങൾ കരിക്ക് കുടിക്കാൻ കയറി. വീണ്ടും കരിക്ക്. ഇവിടുത്തെ കരിക്ക് വെള്ളം നല്ലതായിരുന്നു കേട്ടോ, പക്ഷെ റേറ്റ് ജാസ്തിയായിരുന്നു. അങ്ങനെ നമ്മൾ സാരിയുടെ ഫാക്ടറിയിലെത്തി. ഇവിടെയാണ് സാരി മേക്ക് ചെയ്യുന്നത്. നമ്മുടെ ഓൺ ഡിസൈൻസ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ സാരി ചെയ്യുന്നത്. പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ സാരീസ് ആണ്. അപ്പോൾ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൂടുതലും ചെട്ടിനാട് കോട്ടൺ സാരീസ്, കല്യാണി കോട്ടൺ സാരി, സുങ്കടി കോട്ടൺ സാരീസ് അങ്ങനെയൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൺ മേക്കിംഗ് ആയതുകൊണ്ട് തന്നെ എന്താ നല്ല ക്വാളിറ്റിയാണ് സാരിക്ക്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്ത് ഷോപ്പിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഓരോ സാരി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അറ്റ് എ ടൈമിൽ നമ്മൾ മെഷീൻ ഓൺ ചെയ്തിട്ടിട്ട് ത്രെഡ് അതിലോട്ട് ഇട്ട് മേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്താ പറയുക, മീറ്റർ ഇത്രയും എടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സാരികളൊക്കെ കളക്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത് ഇന്നത്തെ യാത്ര ഒരുവിധമായി. ഇത് കഴിഞ്ഞ് ഹോട്ടലിലെത്തി റൂം എടുത്ത് അടുത്തൊരു ഇഫ്താർ ഉണ്ടായിരുന്നു, അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചു. ഇനി നേരം വെളുത്ത് മധുരയിലെത്തി. മധുരയിൽ മീനാക്ഷി അമ്മനെ കാണുന്ന കുറേ കാലത്തെ ആഗ്രഹമാണ്, ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ സാരിയൊക്കെ എടുത്ത് പോകണമെന്നുണ്ടായിരുന്നു. നമ്മുടെ തന്നെ ധരയിലത്തെ സാരിയാണിത്. ന്യൂ കളക്ഷനാണ്, സുങ്കടി കോട്ടനാണ്. അങ്ങനെ ഹോട്ടലിന് പുറത്തിറങ്ങി ഓട്ടോ വിളിച്ചാൽ പോയത്. കാറ് പാർക്ക് ചെയ്യാനും പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നല്ല വെയിലുണ്ട്. മധുരയിലെ വെയിലെന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഞാൻ കേരളത്തിലെ വെയിലിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇതാണ് എൻ്റെ കോലം. കുങ്കുമൊക്കെ തൊട്ട് എന്താ പറയുക വട കഴിക്കാമെന്ന് വിചാരിച്ചു. തീറ്റയ്ക്ക് ഒരു കുറവുണ്ടാവില്ല കേട്ടോ എൻ്റെ യാത്രയിൽ. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു അമ്മൂമ്മയുടെ അടുത്ത് മുല്ലപ്പൂ വാങ്ങാമെന്ന് വിചാരിച്ച് മുല്ലപ്പൂവും സ്ലീഡും ഒക്കെ തന്നു കേട്ടോ അമ്മൂമ്മ. മുഴത്തിന് എത്ര രൂപയാണാവോ, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് സാരി. സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ 4-5 കളേഴ്സ് നമ്മുടെ ഓൺ പേജിലുണ്ട്. വരുന്നതായിരിക്കും, ഞാൻ ഇട്ടിട്ടില്ല, പിന്നാലെ വരും. അങ്ങനെ പൈസ ഒക്കെ കൊടുത്ത് അമ്മമ്മയുടെ കയ്യിൽ നിന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു. മുല്ലപ്പൂവൊക്കെ വെച്ചു. നനഞ്ഞ് കുളിഞ്ഞിരിക്കുകയായിരുന്നു. മുല്ലപ്പൂ വെച്ചിട്ട് ഞാൻ ബ്രദറിനോട് വീഡിയോ ഒക്കെ എടുത്തരാൻ പറഞ്ഞു. ആ പൊട്ടന് മര്യാദക്ക് വീഡിയോ ഒന്നും എടുക്കാൻ അറിയില്ല. അങ്ങനെ അമ്പലത്തിന് റെനോവേഷൻ വർക്ക് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അമ്പലം കംപ്ലീറ്റ്ലി പുറത്തുനിന്ന് ഒരു നല്ല വ്യൂവിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കണ്ടാലറിയാം അമ്പലത്തിന് റെനോവേഷൻ നടക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തരാൻ പറഞ്ഞിട്ട് അതിന് മുമ്പ് ഒരു കുപ്പിവള ഷോപ്പ് കണ്ടു കേട്ടോ. കുപ്പിവള വാങ്ങിച്ചിട്ടോളാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ ഇവിടെ കുപ്പിവള കണ്ടിട്ട് ബ്ലാക്ക് സാരി എന്നോട് ബ്ലാക്ക് ഇട്ട്, പക്ഷെ അതിൻ്റെ ഒരു ഓറഞ്ച് കളറിലുള്ള കുപ്പിവള എനിക്ക് കിട്ടിയില്ല. അത്യാവശ്യം നല്ല കളക്ഷനുള്ള കടയാണ്, തൊട്ടടുത്ത് തന്നെയാണ്, കോവിലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അങ്ങനെ ഇതാണ് കോവിലിൻ്റെ ഫ്രണ്ടിലെത്തി. ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറച്ച് എടുത്തു അത്യാവശ്യം. പക്ഷെ നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ കറക്റ്റായിട്ട് എടുത്തില്ല. ചെരുപ്പും ഇലക്ട്രോണിക്സ് ഐറ്റംസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അതിന് ചെരുപ്പും ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ കൊടുത്തു. കുങ്കുമവും ചന്ദനവും ഒക്കെ ആകിക്കൊടി. അമ്പലത്തിൽ കയറി ഇറങ്ങിയതിൻ്റെ കോലമാണ് കണ്ടത്. കയ്യിലൊക്കെ കണ്ടില്ല, പൂജിച്ച മാല, ലഡു അതൊക്കെ ഉണ്ടായിരുന്നു. ഇനി അമ്പലത്തിനുള്ളിലെ വിശേഷം എന്ന് പറയുന്നത് നമുക്ക് സ്ലീവ്ലെസ് ഇടാൻ പാടില്ല, പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ, നല്ല രസമുണ്ട്. 50-ൻ്റെ 100-ൻ്റെ ഒക്കെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മളത് പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് എടുക്കാം. മര്യാദയ്ക്ക് നല്ല രീതിയിൽ തൊഴുതിട്ടാണ് ഇറങ്ങിയത്. അത് നേരെ ടിഫിൻ കഴിക്കാൻ പോയി. KMS ടിഫിനാണ്. ഇവിടെ നിന്ന് ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ. ഇൻസ്റ്റാഗ്രാമിൽ റിവ്യൂ കണ്ടിട്ട് പോയതാണ്. അത്ര അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിയാറായതുകൊണ്ടായിരിക്കും. സമയം എനിക്ക് തോന്നുന്നു ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു.
പിന്നെ അവിടെ നിന്ന് റൂമിൽ പോയി ചെക്ക് ഔട്ട് ചെയ്ത് പോണ വഴിയിൽ പള്ളിയാണ് കാണുന്നത്. ഇത് എന്തോ ഫേമസ് പള്ളിയാണ്, പക്ഷെ ഞങ്ങൾ കയറാൻ നിന്നില്ല. അത് കഴിഞ്ഞൊരു പാലസിൽ കയറാൻ നിന്നു. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് കേട്ടോ കയറുന്നത്. ഇതാണ് പാലസ് എന്ന് പറയുന്നത്. നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഒരു 7,000 പോലും വരില്ല, ചെറിയൊരു പാലസ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് പാലസിൻ്റെ ഉള്ളെന്ന് പറയാനായിട്ട്. ഈ കാണുന്ന ഒരു ചുറ്റുവളവിലുള്ള ഒരു പാലസാണ്. മുകളിലൊക്കെ അത്യാവശ്യം ആർക്കിടെക്ചറൊക്കെ ചെയ്തിട്ടുള്ളൊരു പാലസ്. മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ തമിഴന്മാരുടെ വസ്തുക്കൾക്കൊന്നും ഒരു മെയിൻ്റെനൻസ് വളരെ കുറവാണെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ കുഴപ്പമില്ല. വരുമ്പോൾ നമ്മൾ എന്താ പറയുക, മധുര വരുന്നതിന് മുമ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കും എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം. അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഹലുവയാണ്. ചൂടുള്ള ഹലുവ കഴിക്കാനാണ്. നമ്മൾ നമ്മുടെ ഹലുവയുടെ ഒരു ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ്. കുഴപ്പമില്ല. 10ൽ നമുക്കൊരു ഔട്ട് ഓഫ് 6, 7 ഒക്കെ കൊടുക്കാം. അത് കഴിഞ്ഞ് ജിഗർദണ്ഡ കഴിക്കാൻ കയറി. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് കേട്ടോ. ജിഗർദണ്ഡ വാങ്ങിച്ചിട്ട് ഞാനും അവനും വാങ്ങിച്ചിട്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ, ബാക്കി അവനാണ് കഴിച്ചത്. ഇത് മൊത്തം അവിടെ നിന്ന് വാങ്ങിച്ച അലുവയും ക്യാരറ്റ് ഹലുവ അങ്ങനെയുള്ള സാധനങ്ങളാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോണ വഴിയിൽ ഭക്ഷണം കഴിക്കണം. ഇനി ഡിണ്ടുഗലിൽ എത്തിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ച് പോണ വഴിക്ക് ഡിണ്ടുഗലിലെ ബിരിയാണി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഡിണ്ടുഗൽ എത്തി. ഡിണ്ടുഗൽ ഹോട്ടലിൽ കയറി ബിരിയാണി ഓർഡർ ചെയ്തത് എന്തെന്നാ, ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ചിക്കൻ 555. ഇവരുടെ ടേസ്റ്റ് ബിരിയാണി എനിക്ക് ഇഷ്ടമുണ്ട് വരാം, പക്ഷേ ഫ്രൈ ഒക്കെ ഇവർക്ക് വേറൊരു ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ 2 മുട്ട ഉണ്ടായിരുന്നു, പിന്നെ മട്ടൻ കറി ഉണ്ടായിരുന്നു, അച്ചാർ, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ടേക്കുള്ള യാത്രയാണ്. സൂര്യാസ്തമയമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. മധുര